ബജറ്റ് ചോർന്നെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തന്നെ ഇതിന് ആധാരമാണെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ബജറ്റ് ചോർന്നെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വി.ഡി. സതീശനാണ് നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, എന്താണ് ബജറ്റ് ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആവശ്യം? മറുപടി എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞത്? അജിംഷാദ്, പ്രധാനമായും വി.ഡി. സതീശനാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രധാനമായും ധനമന്ത്രി തോമസ് ഐസക് മറുപടിയായി പറഞ്ഞത് ഇത്തരത്തിൽ ബജറ്റിന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖകളും ചോർന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ സമാനമായ സാഹചര്യം ഇതിനു മുൻപും നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ സ്പീക്കറുടെ റൂളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു അബദ്ധം അതായത് ബജറ്റിന്റെ രേഖകൾ രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖകളും പുറത്തു പോയിട്ടില്ല. മറിച്ച് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബജറ്റിന്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് പുറത്തുപോയത്. അത് തന്റെ പ്രസംഗം ആരംഭിച്ച് 3/4 മണിക്കൂറിന് ശേഷമാണ് ഈ രീതിയിൽ ഉണ്ടായത്. അത് അബദ്ധം തന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ രഹസ്യ സ്വഭാവമുള്ള ഒന്നും തന്നെ ഇത്തരത്തിൽ പുറത്തു പോയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലല്ല, ഇത് ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നുള്ള തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും പ്രതിഷേധം ഉയർന്നു വന്നത്. ഇത്തരത്തിൽ ഒരു ബജറ്റ് പുറത്തായതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ മന്ത്രിസഭ ചേർന്നുകൊണ്ട് ധനമന്ത്രിയെ പുറത്താക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു ധനമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായ ഒരു തെറ്റായി മാത്രം ഇതിനെ ഒതുക്കാൻ സാധിക്കുകയില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു വലിയ ഗുരുതരമായ വിഷയമാണിത്. ഇതിൽ ധനമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് ഈ വിഷയം എങ്ങനെ കയ്യിൽ വന്നു? ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള ബജറ്റ് രേഖകൾ തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് കളിക്കാൻ കൊടുക്കേണ്ട ഒരു രേഖയല്ല ബജറ്റ് രേഖ എന്നുള്ളത് ധനമന്ത്രിക്ക് അറിയില്ലേ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ധനമന്ത്രി ഈ സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയും നിയമസഭയിൽ തന്നെ നൽകുകയുണ്ടായി. ഒരു രഹസ്യ സ്വഭാവമുള്ള രേഖകളും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിട്ടില്ല. ചില ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ കൃത്യമായ നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ചീഫ് സെക്രട്ടറി ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലും ഇത് തന്നെയാണ്. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ചില ശ്രദ്ധക്കുറവുണ്ടായി എന്ന് മാത്രം തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുമുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ഇതിൽ ഒരു സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടായിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ ബജറ്റിന്റെ ഒരു ഔദ്യോഗിക രഹസ്യവും ആ രീതിയിൽ പുറത്തു പോയിട്ടില്ല. അതിന്റെ ചില ഹൈലൈറ്റ്സ് മാത്രമാണ് പുറത്തു പോയിട്ടുള്ളത്. ഇതിൽ ഒരു ഭരണഘടനാ ലംഘനവും ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ തുടർന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുകയാണ്. അജിംഷാദ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് ചോർന്നെന്ന ആരോപണം വീണ്ടും ഉയർത്തി പ്രതിപക്ഷം. മറുപടി പറഞ്ഞ് ഭരണപക്ഷം. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഷീജ നൽകി.